ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ആയിഷാസ് ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വെറും 4 ചേരുവകൾ മാത്രം ഉപയോഗിച്ച് 10 മിനിറ്റിൽ അടിപൊളി ചോക്ലേറ്റ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ചോക്ലേറ്റ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സാക്കി വയ്ക്കാം. ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗറിൻ്റെ പകരമായിട്ട് നമ്മുടെ പൊടിച്ച പഞ്ചസാര ഉണ്ടല്ലോ, അതെടുത്താലും മതി. അപ്പോൾ ഈ ഷുഗർ, പലതരത്തിലുള്ള ഷുഗറിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ നേരത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, നല്ല ഡാർക്ക് കൊക്കോ പൗഡർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. പിന്നെ 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി. അപ്പോൾ ഇത്രയും നല്ല പോലെ ഒന്ന് മിക്സാക്കി വയ്ക്കാം. അപ്പോൾ ഇനി ഒരു സോസ് പാനിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ വെച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് മെൽറ്റഡ് ബട്ടർ. അപ്പോൾ ഞാൻ ആ ചൂടുവെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ബട്ടർ വെച്ച് കഴിയുമ്പോഴത്തേനും അതൊന്ന് മെൽറ്റ് ആവുമല്ലോ, അപ്പോൾ അങ്ങനെയാണ് കേട്ടോ എടുത്തത്. അത് ചേർത്ത് കൊടുത്ത് ഇനി നമ്മുടെ ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ കുറേശ്ശായിട്ട് ചേർത്തിട്ട് മിക്സാക്കി എടുക്കുക കേട്ടോ. ഒന്നിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ അത് കട്ട കുത്തി കിടക്കും. അപ്പോൾ അത് കാരണം കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്ത് മിക്സാക്കി എടുക്കുക. പിന്നെ കുറച്ചുള്ളല്ലോ, അപ്പോൾ 2 പ്രാവശ്യമായിട്ടൊന്ന് ഇട്ട് കൊടുത്ത് മിക്സാക്കി എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് കട്ട കുത്തി കിടക്കുകയാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഞാൻ ഈ പഞ്ചസാര ശരിക്കും പൊടിഞ്ഞിട്ടില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഇതുപോലെ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ മോൾഡിലായിട്ട് ഒഴിച്ച് വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ മിക്സിയിലിട്ട് അടിച്ചെടുക്കണതന്നെ കേട്ടോ എനിക്ക് നല്ലതായിട്ട് തോന്നിയത്. കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ പഞ്ചസാരയുടെ ചെറിയ തരികളൊക്കെ ആയിട്ട് തോന്നും. അപ്പോൾ ഇങ്ങനെ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. എന്നിട്ടതൊരു 10 മിനിറ്റ് സമയത്തേക്ക് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ എത്ര സമയത്താണ് നിങ്ങളുടെ സെറ്റാവണത്, ഓരോ ഫ്രിഡ്ജിൻ്റെയൊക്കെ അനുസരിച്ചിരിക്കില്ല. ചിലപ്പോൾ പെട്ടെന്ന് സെറ്റാവും, അപ്പോൾ കുറച്ച് സമയം എടുക്കും. അപ്പോൾ മാക്സിമം 1 മണിക്കൂറൊക്കെ മതിയാവും കേട്ടോ. അപ്പോൾ സെറ്റാക്കി എടുക്കുക. ഇത് കണ്ടോ, ഇത് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടി കേട്ടോ. എന്നിട്ട് ഇത് പുറത്തേക്ക് എടുക്കുക. വേണ്ട സിലിക്കോൺ മോൾഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് അടർത്തി മാറ്റി എടുക്കാൻ പറ്റും. നല്ല അടിപൊളി ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അതുപോലെ കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കൊക്കോ പൗഡറൊക്കെ ആണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള കൊക്കോ പൗഡറൊക്കെ മേടിച്ചിട്ട് നല്ലതായിട്ട് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അതുപോലെ ഈ നമ്മൾ സാധാ ബട്ടറാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് പകരമായിട്ട് കൊക്കോ ബട്ടർ എന്നും പറഞ്ഞുകൊണ്ട് മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് ഉപയോഗിക്കുകയാണെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത്. സാധാരണ നമ്മൾ നോർമൽ ചോക്ലേറ്റൊക്കെ ഉണ്ടാക്കുന്നത് ആ കൊക്കോ ബട്ടർ ഉപയോഗിച്ചിട്ടാണ്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ അത് കിട്ടാനും കുറച്ച് പാടാണ്, അതുപോലെ നല്ല കോസ്റ്റ്ലിയാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇതാണ് നമുക്ക് പറ്റിയത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആയിഷാസ് ക്രിയേഷൻ.